ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ. അപ്പോൾ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇവിടെ സുഖം തന്നെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ കുറേ ആയി എടുത്തു വെച്ചിട്ട് നമ്മൾ അനുമോളെ പിറന്നാളിൻ്റെ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. പിറന്നാൾ വിശേഷങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ പിറന്നാളായിട്ട് നമുക്ക് അവധിയും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. നമ്മൾ കടയൊക്കെ തുറന്നിട്ടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൂട്ടുകാരിയാണ് കേട്ടോ, ഷൈന. പല വീഡിയോസിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓളോളെ കുട്ടിയും കൂടി വന്നതാണ്. അപ്പോൾ പിറന്നാളായിട്ട് നമ്മൾ എപ്പോഴും ഇല്ലേ ബിരിയാണിയും അല്ലെങ്കിൽ മന്തിയോ അല്ലെങ്കിൽ നെയ്ച്ചോറ് അങ്ങനത്തെ സംഭവങ്ങളോ എല്ലാം ഉണ്ടാക്കലേ. അപ്പോൾ ഇന്ന് എല്ലാവർക്കും പത്തിരി മതിയെന്ന് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിട്ടോ. അപ്പോൾ അതുകൊണ്ട് ഓളോട് ഞാൻ ഉണ്ടാക്കാൻ പറഞ്ഞതായിരുന്നു. നമ്മൾ വീട്ടിലിരിക്കണില്ലല്ലോ, ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ അതെന്തായാലും നടക്കാത്തൊരു കാര്യമാണ്. ബിരിയാണി നെയ്ച്ചോറൊക്കെ ആണെങ്കിലും ഓക്കെ, പത്തിരി ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് ടാസ്ക്കാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇവരുണ്ടാക്കണ പത്തിരിയും കറിയെന്ന് പറഞ്ഞാൽ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. നമ്മളെങ്ങനെ ഉണ്ടാക്കിയാലും അത് കിട്ടൂല. ഓർക്ക് അങ്ങനെയാണ്. നമ്മളുണ്ടാക്കിയ സാമ്പാറും ചോറും അവിയലും അതെങ്ങനെ ഓരുണ്ടാക്കിയാലും ശരിയാവൂല. അങ്ങനെ ഓള് പത്തിരിയും ചിക്കൻ കറിയൊക്കെ ആയിട്ട് വന്നതാണേ. അപ്പം ഞാൻ അങ്ങോട്ട് കടയ്ക്ക് കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞിരുന്നു. ഇവിടെ നമ്മൾ കാറിനാണല്ലോ പോകും, അപ്പോൾ കൊണ്ടുപോകാച്ചിട്ട്. അപ്പോൾ ഓള് വരുന്ന ആ ഒരു സമയത്ത് ഞങ്ങൾ ചായ കുടിക്കായിരുന്നേ. അപ്പോൾ ഏട്ടന് വിശക്കുണ്ട് പറഞ്ഞിട്ട് പണി കഴിഞ്ഞ് വന്നിട്ട് ചായ ഒന്നും കുടിച്ചിട്ടില്ല പറഞ്ഞിട്ട് അപ്പുറത്തെ തട്ടുകടയിൽ നിന്ന് കപ്പ ബിരിയാണിയും അതുപോലെ ചായയും അതുപോലെ ചിക്കൻ പൊക്കവടയൊക്കെ വാങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാവരും കൂടെ കൂടിയിട്ട് അങ്ങനെ കഴിച്ചു കേട്ടോ. അതൊക്കെ ഒരു പ്രത്യേക രസമാണല്ലോ, അങ്ങനെ ഒരു പ്ലേറ്റ് നിന്ന് അങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ. പിന്നെ അതങ്ങനെ കുറച്ച് കഴിഞ്ഞേക്ക് എൻ്റെ മിന്നും അനിയനും അമ്മയും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇവിടെ കടയൊക്കെയാണ് കേട്ടോ ആദ്യം വരിക. അല്ലെങ്കിൽ അമ്മ അപ്പം പറയും, ഞാൻ കടയിലായത് മുതൽ മിക്ക ആൾക്കാരും ഇവിടെ വന്നിട്ടേ വീട്ടിലേക്ക് പോവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ സമയമില്ലെങ്കിൽ ഇവിടെ വന്നിട്ട് അങ്ങനെ പോവും. അപ്പോൾ ഇതാ നാദുട്ടി വന്നേക്ക് ഏട്ടൻ്റെ കയ്യിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടനെ ഓളിങ്ങനെ വീക്ഷിക്കുകയാണ്, ഓരോ സംഭവങ്ങൾ അങ്ങനെ നോക്കുകയാണ്. പിന്നെ ഓലൊക്കെ നെല്ലിക്കൊക്കെ കഴിക്കുന്നുണ്ട്, അതൊക്കെ എൻ്റെ കുട്ടി നോക്കുന്നുണ്ട്. എനിക്കൊന്നും കിട്ടണില്ലല്ലോ ധാരണയിൽ. അപ്പോൾ ഓക്ക് കഴിച്ചേനോ വളയോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കണ്ടാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ആളതൊക്കെ പിടിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ ഇവരിറങ്ങി വന്നപ്പോൾ അമ്മ ഇറങ്ങി വരാതിരുന്നത് അമ്മയ്ക്ക് സുഖമല്ല കേട്ടോ. അമ്മയ്ക്ക് പനിയൊക്കെ ആയിരുന്നു, പനിയും ഒരു തലവേദനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ഭയങ്കര ക്ഷീണിതയാണ് അമ്മ. എന്നാലും ഞാൻ വിളിച്ച് അങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി പോകുന്നതാണ്. പിന്നെ ഒരു വന്ന് കുറച്ച് കഴിഞ്ഞേക്ക് ഞങ്ങൾ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചു, വലിയതും കഴിഞ്ഞിരുന്നു. അപ്പോൾ പിന്നെ ഓരും കൂടി വണ്ടിക്ക് വെക്കാൻ അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിൽ വന്നാൽ പിന്നെ ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുക എന്നുള്ളതാണ്. നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകാൻ മിടുക്കന്മാരായ പോരല്ലോ, അങ്ങോട്ട് കൊണ്ടുവരുമ്പോഴും അത് അതിൻ്റേതായ വൃത്തിക്കും മെനക്കി എടുത്ത് വെക്കണ്ടേ. അപ്പോൾ നമ്മൾ കടയായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് അവിടെ എല്ലാ സാധനങ്ങളൊന്നും വെച്ച് പോരാൻ പറ്റില്ല. നമുക്കിതൊക്കെ കഴുകി എടുക്കണ്ടേ. അപ്പോൾ കഴുകാൻ അത്രയ്ക്ക് അങ്ങോട്ട് സൗകര്യം അവിടെ ഇല്ലേനും. പിന്നെയെന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം നമുക്ക് ഇവിടെ നിന്നാക്കിയിട്ട് കൊണ്ടുപോകാനുള്ളതല്ലേ പാത്രങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ കഴുകി വെക്കണം. പിന്നെ ഷായിനെ കൊണ്ടുവന്ന പത്തിരിയും കറിയും കൂടി ഇന്ത്യ വണ്ടിയിൽ വെച്ചിരുന്നു. അപ്പോൾ അതും കൂടി ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ വന്നപ്പോഴേക്കും സച്ചമോൻ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഏട്ടനും ചേച്ചിയും പാറും വന്നിട്ടില്ല, സച്ചമോനും ഒറ്റയ്ക്ക് വന്നിട്ടുള്ളൂ. അങ്ങനെ ഞങ്ങൾ വന്നപ്പോഴേക്കും മോനെത്തിയിട്ടുണ്ട്. പിന്നെ മക്കളൊക്കെ അവിടെ മേൽക്കഴുകലും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാദുട്ടീനെ എടുത്തിട്ട് ഇങ്ങനെ നാദുട്ടി നോക്കുകയാണ് കേട്ടോ. അനുമോളെ ഉന്തി പിടിച്ച് നോക്കുകയാണ്. എന്തൊക്കെയോ ഓളാ കുപ്പായത്തിൻ്റെ പൂവൊക്കെ കണ്ടിട്ടാണ് അങ്ങനെ നോക്കുന്നത്. പിന്നെ അമ്മ വന്നേക്ക് ഇവിടെ ഇരുന്നിട്ടുണ്ട്. മറ്റേത് അമ്മ അടുക്കളയ്ക്ക് വന്നിട്ട് ഓരോന്ന് ചെയ്യാനൊക്കെ കൂടുതലാണ്. എന്നാൽ ആൾക്ക് തീരെ വയ്യ. അപ്പോൾ അമ്മയെ അവിടെ ചെന്ന് വർത്താനവും കൂട്ടൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വേഗം പോയിട്ട് ഞാനൊന്ന് കുളിച്ചു കേട്ടോ. കുളി കഴിഞ്ഞാൽ അതൊരു സുഖം വേറെ തന്നെയാണ്. എന്നാലും പാത്രം കഴുകാൻ ഉണ്ടാവുകൊണ്ട് ഒരു സമാധാനക്കേടും ഉണ്ട് പറഞ്ഞില്ലേ. എന്തായാലും കേക്ക് വീട്ടിൽ നിന്ന് ഒരു വന്നപ്പോൾ കൊണ്ടുവന്നതാണേ. അപ്പോൾ നാദുട്ടീനെയും പിടിച്ച് ഞങ്ങൾ കേക്ക് മുറിച്ചു. അപ്പം എൻ്റെ കുട്ടിക്ക് ആ കേക്ക് കണ്ടിട്ടേ കാലുകൊണ്ട് കാട്ടണ കണ്ടില്ലേ. ഓൾക്ക് അങ്ങനെ തിന്നണ സാധനങ്ങളൊക്കെ കണ്ടാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് കിട്ടാനുള്ള നടത്താണ് എൻ്റെ ഒക്കത്തിരുന്നാണ്ട്. അപ്പം എൻ്റെ അനുട്ടിക്ക് ഇഷ്ടപ്പെട്ട കേക്കാണ്, ചോക്ലേറ്റ് കൊണ്ടുള്ള കേക്കാണ്. ഒക്കെ കൂടുതലും ഇഷ്ടമല്ലാത്ത ഒരു കേക്കും മോൾ അങ്ങനെ കഴിക്കൂല കേട്ടോ. ഒരു കേക്കും കഴിക്കൂല. ഈ ഒരു കേക്കാണെങ്കിലുള്ളൂ വയറ് നിറച്ചും പിന്നെ കുറച്ചും കഴിക്കൂ കേട്ടോ. അപ്പോൾ കണ്ടില്ല എൻ്റെ കുട്ടി നമ്മൾ വായയ്ക്ക് വയ്ക്കുമ്പോഴും ഒക്കെ കൊടുക്കുമ്പോഴൊക്കെ പിടിക്കാൻ നോക്കണം. അപ്പോൾ എനിക്ക് പാവം തോന്നുന്നുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ അങ്ങനെ എല്ലാതും നമുക്ക് വായയ്ക്ക് വെച്ച് കൊടുക്കാനായിട്ടില്ലല്ലോ. പിന്നെ ഓൾക്ക് ഞങ്ങൾ തിന്നാൻ കൊടുക്കൽ തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലേതൊന്നും കൊടുക്കലില്ല കേട്ടോ. നമ്മളെ എന്താ പറയുക മധുരത്തിന് പനക്കൽക്കണ്ടം അതുപോലെ ഈത്തപ്പഴം അതേപോലെ ഓക്ക് ഫ്രൂട്ട്സും വെജിറ്റബിളും ഒക്കെ വേവിച്ചിട്ട് അങ്ങനെയൊക്കെ സംഭവങ്ങളാണ് കൊടുക്കലുള്ളത്. പിന്നെ കുറുക്കുകളൊക്കെയാണ് കൊടുക്കൽ. അല്ലാതെ നമ്മൾ ഇറച്ചി മീൻ മുട്ട അങ്ങനത്തെ സംഭവങ്ങളൊന്നും വെച്ച് കൊടുക്കാൻ തുടങ്ങിയിട്ടില്ല. അതുപോലെ ബേക്കറി ഐറ്റംസ് ഒന്നും വഴക്കി വയ്ക്കാൻ തുടങ്ങിയിട്ടില്ല. ഇപ്പോൾക്ക് യാതൊരു കുഴപ്പങ്ങളും ഇല്ല. ഇപ്പോൾ പാലും കുടിക്കുന്നുണ്ട്, കുറേശ്ശെ ഫുഡും കഴിക്കുന്നുണ്ട്. അല്ലാതെ കണ്ണി കണ്ട സാധനങ്ങളൊന്നും കൊടുക്കണില്ല കേട്ടോ. മക്കൾക്ക് നമ്മൾ ഒരു വിധം അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് ഒരു പരിധി വരെ. പിന്നെ കുറച്ച് കഴിഞ്ഞ് എന്തായാലും ഇപ്പോൾ ഒരു കഴിക്കുമല്ലോ.
പിന്നെ അതാ കേക്ക് കട്ടയിലൊക്കെ കഴിഞ്ഞ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി കേക്കൊക്കെ അവിടെ ഇരുന്നിട്ട് തന്നെ എല്ലാവരും കഴിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞിരുന്നു ചെറിയ കേക്ക് വാങ്ങിയാൽ മതി എന്നുള്ളത്. നമ്മൾ മാത്രമുള്ളല്ലോ, വേറെ ആരോടും പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പം എൻ്റെ കുട്ടീനെ കിട്ടിയ ആ ഒരു തക്കത്തിന് എൻ്റെ കുട്ടീനെ ഞാൻ കളിപ്പിക്കുകയാണ് കേട്ടോ. എപ്പോഴും എന്താ പറയുക, ഓളെ വീഡിയോസും ഓളെ ഫോട്ടോസും എടുത്ത് അങ്ങനെ നോക്കും. അതിൽ കുറേ കൊഞ്ചും ഞാൻ കടയിലിരിക്കുമ്പോൾ മക്കളൊപ്പം ഉണ്ടെങ്കിൽ മക്കളും അറിയാം അമ്മയ്ക്ക് പ്രാന്താണ് വിചാരിക്കും കേട്ടോ എല്ലാവരും എന്നൊക്കെ പറയും മക്കൾ. എന്താ വെച്ചാൽ അത്രയ്ക്ക് എൻ്റെ കുട്ടീൻ്റെ ഒപ്പം നിൽക്കാനും കളിക്കാനും ഒക്കെ ആഗ്രഹമാണ്. എന്താ വെച്ചാൽ ഓളിപ്പോൾ നല്ലോണം കളിക്കാനൊക്കെ തുടങ്ങിയില്ലേ. ഇപ്പോൾ എന്താ പറയുക, നീന്തലും മുട്ടത്തലൊന്നും അല്ല, ഓൾക്ക് വണ്ടോടത്തേക്ക് ഓൾ ഉരുണ്ട് അങ്ങനെ പോകും കേട്ടോ. പിന്നെ ആര് വിളിച്ചാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നോക്കാനും ഒക്കെ ആളായിട്ടുണ്ട്, മറ്റുള്ളവരെ മനസ്സിലാക്കാനും ഒക്കെ ആയി തുടങ്ങി. അപ്പോൾ ഈ ഒരു മൂല എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. നമ്മളെ നന്ദൂസ് കുട്ടിയായപ്പോഴാണ് ഈ ഒരു മൂല ഓൻ്റെ സ്ഥിരമായിരുന്നു കേട്ടോ. മൂത്രമൊഴിക്കണമെങ്കിലൊക്കെ ഓൻ ഈ ഒരു മൂലയ്ക്ക് പോയിരുന്നിട്ട് മൂത്രമൊഴിക്കാൻ തോന്നിയാൽ മൂത്രമൊഴിക്കും. അങ്ങനെയൊക്കെ വികൃതികൾ കുറേ കാട്ടിയിട്ടുണ്ട്. പിന്നെ ഇരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ കുറേ മൂലയിൽ പിടിച്ചിരുത്തിയിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ തൊട്ട മേലെ ഓൻ ഇരിക്കാനായപ്പോൾ തൊട്ട് കയറി ഇരുന്നേന്നു. അങ്ങനെ ഭയങ്കര ഓർമ്മകളാണ് കേട്ടോ ഈ ഒരു മൂലയിൽ നാദുട്ടീനെ ഇരുത്തിയപ്പോൾ. ഏട്ടൻ്റെ ഫോണിൽ കുറേ പഴയ ഫോട്ടോസൊക്കെ ഉണ്ട് ഇങ്ങനെ മൂലയിൽ ഇരിക്കുന്നതൊക്കെ. അപ്പോൾ അതേ ഒരു ഓർമ്മയ്ക്ക് ഞാൻ നാദുട്ടീനെയും കൂടി പിടിച്ചിരുത്തിയതാണ്. അപ്പോൾ അവിടെ ഇരുന്നിട്ട് ആളിൻ്റെ കൈയൊക്കെ പിടിച്ച് വളയൊക്കെ പിടിച്ച് എല്ലേതും ഇങ്ങനെ നോക്കുകയാണ്. പെണ്ണല്ലേ ആള്, എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നോക്കുകയാണ്. ഡ്രസ്സായാലും വളയായാലും മാലയായാലും അതൊക്കെയാണ് അവൾ പിടിച്ച് നോക്കുക. അപ്പം ഞാനും അവനോട് പറയുമായിരുന്നു കേട്ടോ, നിങ്ങൾ ടാറ്റ പറഞ്ഞ് പോയി നോക്കി എന്താ കാട്ടുകയെന്ന് കാണാമല്ലോ എന്നുള്ളത്. അപ്പോൾ ഒരു പറയുന്നുണ്ട്, മിന്നു പറയുന്നുണ്ട് അതിനൊന്നും ആയിട്ടില്ല ചേച്ചി, അത്രയ്ക്ക് ഇങ്ങോട്ട് എന്താ ആയിട്ടുമില്ല. ഓക്കെ ഇപ്പോൾ ആരും ഒരു പരിചയക്കേടോ കുഴപ്പങ്ങളോ ഒന്നുമില്ല കേട്ടോ. ആര് കൈയാട്ടിയാലും ഓള് ചാടും, ഓലെടുക്കാൻ സമ്മതിക്കും, അങ്ങനത്തെ ഒരു കുഴപ്പങ്ങളും ഇല്ല. ആൾക്ക് ഇരിക്കുന്ന സന്തോഷത്തിലാണ്, ഒറ്റയ്ക്ക് ഇരിക്കുന്ന സന്തോഷത്തിലാണെന്ന് തോന്നുന്നത്. നല്ല കളിയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അനുമോൾ ഇതാക്കണ കേക്ക് കഴിച്ച് മുതലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ എപ്പോഴെങ്കിലും കിട്ടുന്ന കേക്കല്ലേ. പൊതുവേ ഞങ്ങൾ ഇങ്ങനത്തെ കേക്ക് അധികം വാങ്ങലില്ല. എനിക്കൊക്കെ ഇഷ്ടം മറ്റുള്ള കേക്കുകളാണ് കേട്ടോ, ഇതിനോട് അത്ര താല്പര്യമല്ല. പിന്നെ അതാ ഏട്ടൻ അവിടെ ഇരിക്കുന്നു. അപ്പോൾ ഏട്ടനെ വന്നിട്ട് നാദുട്ടീനെ കളിപ്പിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ നന്ദുവിൻ്റെ അടുത്ത് ഞാൻ കടത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ മൂലയിൽ നിന്ന് എടുത്തിട്ട് ഇവിടെ കിടത്തിയിട്ടുണ്ട്. അപ്പോൾ ആൾ നല്ല കളിയിലാണ്. ഓനെങ്ങനെ ഓരോന്ന് കാട്ടാനൊക്കെ നോക്കുകയാണ് കേട്ടോ. ഓരോ ഒച്ചയും സംഭവങ്ങളൊക്കെ ഇടുന്നുണ്ട്. പിന്നെ അതാ അനുമോൾക്ക് പിറന്നാളായിട്ട് എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റുകൾ കൊടുക്കണ്ടേ. അപ്പോൾ ഏട്ടതാകണ പോയിട്ട് ചെരുപ്പ് വാങ്ങിയിട്ടുണ്ടേ. അപ്പോൾ ചെരുപ്പ് ഏതായാലും പൊട്ടാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾക്കുള്ള ചെരുപ്പിൻ്റെ മോഡൽ തന്നെയാണ് വാങ്ങിയത്. നമ്മൾ അനുമോളെ കാല് കുറച്ച് പ്രത്യേകതയുണ്ട്. വലിയൊരു കാല് പോലെയാണ്, ഒരു വീതിയൊക്കെ വെച്ചിട്ടുള്ള കാലാണ്. ആൾക്ക് ചെരുപ്പ് കിട്ടണമെങ്കിൽ നല്ല പണിയാണ്. എന്തായാലും ഈ ഒരു ചെരുപ്പ് വാങ്ങിയോടത്ത് നിന്നിട്ട് ഇതിൻ്റെ മോഡൽ തന്നെയാണ് ഞങ്ങൾ വാങ്ങലുള്ളത്. ഇതാകുമ്പോൾ വലിയ കുഴപ്പമില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ ഏട്ടൻ്റെ സമ്മാനം എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. പിന്നെ കണ്ണം കൊടുത്തിട്ടുള്ള സമ്മാനം ഇതാണ്. ഓളെ പിറന്നാളാണ് ഇന്ന് നോക്കാൻ അറിയില്ലായിരുന്നു. ഇതിൻ്റെ തലേ ദിവസം കൊണ്ടുപോയിട്ട് ഒക്കെ മന്തി ഷവായൊക്കെ വാങ്ങിക്കൊടുത്തേ. അപ്പോൾ ഈ ഒരു പിറന്നാളിൻ്റെ തലേ ദിവസം സത്യത്തിൽ ഇതിനോളെ കൊണ്ടുപോയപ്പോൾ ഒക്കെ അറിയില്ലായിരുന്നു കേട്ടോ ഓളെ പിറന്നാളാണെന്നുള്ളത്. നന്ദുവിനെ അറിയായിരുന്നു. അപ്പോൾ എന്തായാലും പറയാതെ കൊണ്ടുപോയതായിരുന്നു. അപ്പോൾ ഏട്ടൻ്റെ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓൻ എപ്പോഴും പറയായിരുന്നു കേട്ടോ ഓലെ രണ്ടാളേക്ക് പുറത്ത് കൊണ്ടുപോയിട്ട് ഫുഡ് വാങ്ങി കൊടുക്കണം എന്നുള്ളത്. ഞാനും ഏട്ടനും പോയിട്ടില്ല. ഒരു 3 ആൾ മാത്രമാണ് വൈകുന്നേരം ഫുഡ് കഴിക്കാൻ പോയത്. നമ്മളിപ്പോൾ കുടുംബാടത്തേക്ക് തന്നെയാണ് പോയത്. അവിടെ നിന്ന് നല്ല ഫുഡൊക്കെ കഴിച്ചിട്ടാണ് തിരിച്ച് വീട്ടിലെത്തിയത് കേട്ടോ. അങ്ങനെ ഈ വർഷത്തെ പിറന്നാളിന് ഏട്ടൻ്റെ സമ്മാനം ഇങ്ങനെ ആയിപ്പോയി. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഓക്ക് വാങ്ങിക്കൊടുക്കലുണ്ട്. പിന്നെ സച്ചിമം വന്നപ്പോഴും മിഠായിയൊക്കെയാണ് ഓക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്ക് ഇഷ്ടപ്പെട്ടൊരു മിഠായിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ ഇതാ എല്ലാവരും കിളുമ്പലും കളിപ്പിക്കലൊക്കെ കഴിഞ്ഞേക്ക് മിന്നുതാ സച്ചമ്മോൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒന്ന് എടുത്ത് നോക്ക്, സച്ചേട്ടനൊന്ന് എടുത്തോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടോള് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആളങ്ങനെ ഓനെ കിട്ടിയേക്കും ഓൻ്റെ വാച്ചമ്മ തന്നെ പിടിച്ചിട്ടുണ്ട്. പിന്നെ മുഖത്തേക്ക് നോക്കാനോള് പറയണത്, പക്ഷെ മുഖത്തേക്കൊന്നല്ല ആൾ നോക്കണത്. എടുത്തോലെ നോക്കൂല കുട്ടികളെന്ന് പറയണ പോലെയാണ് കേട്ടോ ഓള്. എടുത്തോലെ അല്ല ഓള് നോക്കണത്, മറ്റുള്ളവരെയാണ് നോക്കണത്. അപ്പോൾ ടാറ്റ എന്ന് പറഞ്ഞ ആൾക്ക് ഭയങ്കര ഒരു ഇടുപ്പാണ് കേട്ടോ. എന്താ വെച്ചാൽ ഓക്ക് പോവാനാണോ എന്നുള്ള ഒരിത്. ഈ ഒരു സൈലൻറ്റ് പോലെ നല്ല വണ്ടിയിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒച്ചയും വിളിയാണ് കേട്ടോ. ഓക്ക് ഭയങ്കര ഇഷ്ടമാണ് യാത്ര ഇങ്ങനെ പോണത്. വണ്ടിയിൽ പോകുക പറഞ്ഞ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഏതായാലും ഇതാ കുറച്ച് സമയമൊക്കെ അങ്ങനെ കളിപ്പിച്ചും വർത്താനം പറഞ്ഞും അങ്ങനെയൊക്കെ കഴിഞ്ഞു. പിന്നെ പെട്ടെന്ന് തന്നെ ഫുഡ് വിളമ്പാൻ നോക്കുകയാണ്. എല്ലാവർക്കും തിരിച്ചു പോകേണ്ടതാണ്.
അതേപോലെ തന്നെ നമുക്കും പിറ്റേ ദിവസം കട തുറക്കാനുള്ളതാണ്. അതുകൊണ്ട് നേരത്തെ എണീക്കണം. അപ്പോൾ നേരത്തെ കിടന്നാലുള്ളൂ നേരത്തെ എണീക്കാൻ കഴിയുക. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മളെ നേരത്തെ എന്ന് പറയുന്നത് 11 മണി 11:30ഒക്കെയാണ് കേട്ടോ സമയം. അല്ലാതെ 10 10:30ക്കൊന്നും നമ്മൾ കിടക്കണ ഒരു പതിവില്ല. എപ്പോഴെങ്കിലുമൊക്കെ ഉള്ളൂ. ലീവുള്ള ദിവസം ആണെങ്കിൽ അന്ന് രാത്രി നമ്മൾ കുറച്ച് നേരത്തെ കിടക്കും. അല്ലാത്ത ദിവസമൊക്കെ കണക്കാണ് കേട്ടോ. എങ്ങനെ പോയാലും 11 മണി കഴിയും. എന്താ വെച്ചാൽ വൈകുന്നേരമാണ് നമുക്കെല്ലാം ഒരു സമാധാനത്തിൽ ചെയ്യാൻ ഒരു സമയം കിട്ടുള്ളൂ. രാവിലെ എന്ന് പറഞ്ഞാൽ ഒരു ഓട്ടാണ്. വൈകുന്നേരം ഇനിയിപ്പോൾ കുറച്ച് കിടക്കാൻ നേരം വൈകിയാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടേ കിടക്കുള്ളൂ കേട്ടോ. ആ ഒരു സമാധാനം തിന്നണത് വരെ കേട്ടോ നമുക്ക് വൈകുന്നേരം ഉള്ളൂ സമാധാനത്തോടു കൂടി തിന്നാൻ പറ്റുള്ളൂ. രാവിലെ ആണെങ്കിൽ ഞാൻ മിക്കപ്പോഴും ഞാൻ ചായ കുടിക്കാതെയാണ് പോവലുള്ളത്. എന്താ വെച്ചാൽ ചിലപ്പോൾ അമ്മ ആക്കി തരും, ഇല്ലെങ്കിൽ ഞാൻ ആക്കിയിട്ട് കൊണ്ടുപോകും. അത് കടയിലെത്തിയിട്ട് തോന്നിയെങ്കിൽ കുടിക്കും, ഇല്ലെങ്കിൽ അന്നത്തെ ചായയും കടി അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഉച്ചയ്ക്ക് ചോറുണ്ണൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചോറുണ്ണാൻ എടുത്താൽ അത്ര നേരം ആളില്ലെങ്കിലും ചോറ് ഞാൻ മുന്നിലേക്ക് വെച്ചാൽ അപ്പം ആൾ വരും കേട്ടോ. ആ ഒരു ചോറ് 2 3 4 പ്രാവശ്യം കൈ കഴുകിയിട്ട് ആ ഒരു പടി ചോറ് തിന്നൽ കഴിയുള്ളൂ. അങ്ങനെയാണ് പിന്നെ ഉണ്ടാവുക. അപ്പോൾ അപ്പോഴും ഒരു സമാധാനമല്ല എന്ന് പറഞ്ഞില്ല. പിന്നെ 4 മണിക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ നിർബന്ധമായിട്ടും ചായ കുടിക്കണം അങ്ങനത്തെ പതിവൊന്നുമില്ല. എപ്പോഴെങ്കിലുമൊക്കെ തോന്നിയാൽ കുടിക്കും, അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ ചിക്കൻ കറീൻ്റെ പുറത്ത് ചിക്കൻ വരട്ടിയും കൂടിയും വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഉച്ചയ്ക്ക് വന്നിരുന്നു. എന്നിട്ട് ചിക്കനൊക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് പിന്നെ കടയ്ക്ക് തിരിച്ച് പോയത് കേട്ടോ. അപ്പോൾ നല്ലോണം വരട്ടി വെച്ചിട്ടുള്ള ചിക്കനാണ് ഇത്. കുരുമുളകും ഉണക്കമുളക് ചതച്ചൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റുള്ള ഒരു ചിക്കൻ വരട്ടിയതായിരുന്നു കേട്ടോ. അത് സച്ചിമോനൊക്കെ ഇങ്ങനെ പറഞ്ഞ് കഴിക്കേണ്ടിയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ട് അമ്മായിയെ, നല്ല ടേസ്റ്റ് ഉണ്ട് എന്നുള്ളത്. പൊതുവേ എല്ലാവരും പറഞ്ഞു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചിക്കൻ വരട്ടിയത് എന്നുള്ളത്. അപ്പം നമ്മൾ എപ്പോഴും ഇല്ല ഒരേപോലെ വെക്കിനെ വെച്ചിട്ടൊന്ന് മാറ്റി പിടിച്ചതാണേ. പിന്നെ അനുമോക്ക് കൊണ്ടുവന്ന മിഠായിയാണ് കേട്ടോ, നമ്മളെ സച്ചമ്മോൻ കൊണ്ടുവന്ന മിഠായിയാണത്. അപ്പോൾ അനുട്ടി വീഡിയോ എടുത്ത് വെച്ചതായിരുന്നതേ. അപ്പോൾ ഫുഡൊക്കെ നമ്മളെ മേശപ്പുറത്ത് എത്തിയിട്ടുണ്ട്. പിന്നെ എവിടേക്ക് എത്തിച്ചാൽ പിന്നെ എല്ലാവർക്കും ഇരിക്കണം എവിടെ വെച്ചാൽ അവിടെ ഇവിടെയൊക്കെ പോയിരിക്കുക കേട്ടോ. എല്ലാവരും ഒന്നും മേശപ്പുറത്ത് ഇരിക്കൂല. എനിക്കും വലിയൊരു ഇഷ്ടമല്ല കേട്ടോ ഈ മേശയും അങ്ങനെ ഇരുന്ന് കഴിക്കുക എന്ന് പറയുന്നത്. നിലത്ത് ഇങ്ങനെ കാലൊക്കെ നീട്ടിയിരിക്കുകയാണെങ്കിൽ ഒന്നും കൂടി ഇഷ്ടമാണ്. ഇല്ലെങ്കിലോ സെറ്റിയിലോ അല്ലെങ്കിൽ പുറത്ത് സിറ്റ് ഔട്ടിലോ അങ്ങനെയൊക്കെ ഇരിക്കുന്നതാണ് കൂടുതലും ഇഷ്ടം. മേശയും ഇരിക്കുമ്പോൾ എന്തോ പോലെയാണ് കേട്ടോ അങ്ങനെ മേശയും ഇരുന്ന് കഴിക്കുമ്പോൾ. എനിക്കറിയില്ല എന്താണെന്നുള്ളത്. അപ്പോൾ ഫുഡൊക്കെ എല്ലാവർക്കും നല്ലോണം ഇഷ്ടമായിട്ടുണ്ട്. പത്തിരി ആണെങ്കിലും ചിക്കൻ കറി ആയാലും ചിക്കൻ വരട്ടിയതൊക്കെ അടിപൊളിയായിരുന്നു എന്ന് എല്ലാവരും പറഞ്ഞു കേട്ടോ. പിന്നെ എല്ലാവർക്കും വേണ്ടത് അവനവൻ തന്നെ വിളമ്പിയിട്ട് കഴിക്കുന്നുണ്ട്. ഒരു കൂട്ടർ അവിടെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, മറ്റുള്ളവർ പിന്നെ കഴിച്ച് കഴിയാനായിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്, ഇരിക്കാത്തവരും ഉണ്ട്. നമ്മളെ നന്ദു ഇതാക്കണേ രാവിലത്തെ പുട്ടുണ്ടായിരുന്നു കുറച്ചിരിക്കുന്നത്, അപ്പോൾ അതും ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരുന്നേ. അപ്പോൾ പുട്ടും ചിക്കൻ വരട്ടിയതും ചിക്കൻ കറിയൊക്കെയാണ് നമ്മളെ നന്ദൂസ് എടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ എടുക്കാലോ വെച്ചിട്ടാണ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്. ഒരു കുഞ്ഞി ആഘോഷമാണെങ്കിലും അത് എല്ലാവരും കൂടി ഇരുന്നിട്ട് കഴിക്കലും ആഘോഷിക്കലും ഒക്കെ ആകുമ്പോൾ അതൊരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ. എന്ത് ചെറിയ പരിപാടി ഇപ്പം നമ്മൾ ആഘോഷമാക്കി മാറ്റിയത് ഇങ്ങനെ ഒത്തുകൂടാനാണെന്ന് എനിക്ക് തോന്നണത്. കൊറോണയ്ക്ക് ശേഷമാണ് സത്യത്തിൽ ഇങ്ങനെയൊരു ഒത്തൊരുമ ഉണ്ടായത് കേട്ടോ. ഇതിൻ്റെ മുന്നേ ഒന്നും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. എല്ലാവരുടെ പിറന്നാളും വെഡിങ് ആനിവേഴ്സറിയും അങ്ങനെ എന്ത് പരിപാടിയാണെങ്കിലും അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ചെറുതായിട്ടൊന്ന് ആഘോഷിക്കാതിരിക്കലില്ല. എല്ലാവരും കൂടുക, ഒരു കേക്ക് കട്ട് ചെയ്യുക, ഒരു സന്തോഷം കുറച്ച് സമയം, അത് കഴിഞ്ഞിട്ട് ഫുഡ് എന്തെങ്കിലുമൊക്കെ നല്ലത് ഉണ്ടാക്കിയിട്ട് കഴിക്കുക, ഒരുമിച്ചിരുന്ന് കഴിക്കുക, എന്നിട്ട് പിരിയുക. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ കേട്ടോ. ആകെ ഒരു കുഞ്ഞു ജീവിതമുള്ളൂ നമുക്ക്. അപ്പോൾ ആ ഉള്ള ജീവിതത്തിൽ കുറച്ച് സമയമെങ്കിലും നമുക്ക് നല്ലതുപോലെ സന്തോഷിക്കാമല്ലോ. പിന്നെയെന്ന് പറഞ്ഞാൽ മനുഷ്യന് ഒരുപാട് സങ്കടങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തിരക്കുകളും ഒക്കെ നിറഞ്ഞൊരു ജീവിതമാണ് ഇപ്പോൾ. അപ്പോൾ ആർക്കും ഒന്നിനും സമയമില്ലാത്തൊരു കാലഘട്ടമാണ് ഇപ്പോൾ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ഇങ്ങനെ കുഞ്ഞു ആഘോഷങ്ങളൊക്കെ ഇങ്ങനെ ആഘോഷിച്ച് പോയാൽ അതൊക്കെ എന്നും ഓർത്തിരിക്കാമല്ലോ. പിന്നെ നമ്മളെ നാദുട്ടീനെ ഞാനൊരു പായൊക്കെ എടുത്തു കൊടുത്തിട്ട്, പായൊന്നും നമ്മൾ എടുക്കലില്ലല്ലോ റാക്കിൻ്റെ മേലേന്ന്, അതൊക്കെ ഞാൻ ഇങ്ങനെ പൊടി തട്ടി നല്ല കവറിലൊക്കെ ആക്കി വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്തു കൊണ്ടുവന്ന് അവിടെ കടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ വിരിച്ചെടുത്തപ്പോൾ പിന്നെ പറയുന്നുണ്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ചേച്ചി, അതൊക്കെ ഉരുണ്ട് പോകുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആൾക്ക് കളിക്കാൻ കൊടുക്കാൻ നോക്കുമ്പോൾ ഒന്നുമില്ല. അപ്പോൾ കുപ്പി അടപ്പ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കളിക്കാൻ കൊടുത്തിട്ടുള്ളത്. പിന്നെ നന്ദൂരെ JCB കാറ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ മേലെ തട്ടിയിട്ട് മുറിയായാലോ വിചാരിച്ചിട്ടാണ് അതൊന്നും കൊടുക്കാതിരുന്നത്. പിന്നെ കണ്ണം ഫുഡ് കഴിച്ചേക്ക് കടയിൽ നിന്ന് വിളിച്ചിരുന്നു കേട്ടോ. പിറ്റേന്നേക്കുള്ള സാധനം കൊണ്ടുവരണ്ടേ, അപ്പോൾ അതിന് ഞാൻ ലിസ്റ്റ് ഇട്ട് കൊടുത്തിരുന്നു. അപ്പോൾ വിളിച്ചപ്പോൾ പിന്നെ ഓൻ പോയി കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ ഫുഡ് കഴിക്കൽ ഇങ്ങോട്ട് പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ ഒന്നുകൂടി കഴിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ നമ്മളെ സച്ചമ്മ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ ഫുഡൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട്, പത്തിരിയും ചിക്കൻ കറിയൊക്കെ ആക്കി കൊടുത്തു കേട്ടോ. ഇനിയിപ്പോൾ ചെന്നിട്ടുണ്ടെങ്കിൽ ഒരുക്കും കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്.
അപ്പോൾ നമ്മളെ പാറുവിനൊരു സുഖമില്ലായ്മ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് മറ്റൊരു വരാതിരുന്നത് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ചേച്ചി ഏട്ടനും വരാതിരിക്കൂല, ഓക്ക് വയ്യായിരുന്നു, അതുകൊണ്ടാണ് വരാതിരുന്നത്. പിന്നെ നമ്മളെ നാദുട്ടിയൊക്കെ പോകാൻ ഏകദേശമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം അനുമോളാണെങ്കിൽ എന്താ പറയുക, ഓക്കെ എന്താണ് കുട്ടീനോട് പറയേണ്ടത് എന്നറിയില്ല എന്നൊക്കെയാണ് കേട്ടോ പറയലുള്ളത് എന്നോട്. എന്താ അമ്മ ഞാൻ അവളോട് പറയുക എന്നൊക്കെ എന്നോട് ചോദിക്കലുള്ളത്. അപ്പം മിന്നു ആണെങ്കിൽ ചോറിനലൊക്കെ കഴിഞ്ഞേക്ക് വേഗം പാത്രം കഴുകാൻ നിൽക്കുകയാണ്. അപ്പം അമ്മ അങ്ങനെ പറയുന്നുണ്ട് ഈ കഴുകൊന്നും വേണ്ട എന്നുള്ളത്. അപ്പോൾ പിന്നെ ഞാനവിടെ ചെന്നേക്ക് അവളോട് പറഞ്ഞു കേട്ടോ, അത് എനിക്ക് കഴുകാനുള്ളതുള്ളൂ, ഇങ്ങോട്ട് പോകുമെന്ന് പറയുമായിരുന്നു അവളോട്. ഓളെ ഡ്രസ്സിലൊക്കെ വെറുതെ വെള്ളമാക്കണ്ടല്ലോ വിചാരിച്ചിട്ട്. അപ്പോൾ ഒരു പോണില്ലെങ്കിലും ഓക്കെ പോവാനുള്ളതല്ലേ. അപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ വയ്യേനും, അമ്മയ്ക്ക് കിടക്കണം എന്ന് തോന്നുകയാണെന്ന് പറയുന്നുണ്ട്. അപ്പം നമുക്ക് പനിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങനെയാണല്ലോ, നമുക്ക് എപ്പോഴും കിടക്കാനേ പൂതി ഉണ്ടാവുമോ. ക്ഷീണമാണെങ്കിൽ പിന്നെ പറയണ്ട. അപ്പം അമ്മയ്ക്ക് തലവേദനയും തലമിന്നലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായതാണ്, അതുകൊണ്ടാണ് ഇത്ര ക്ഷീണം. ഇല്ലെങ്കിൽ പിന്നെ അമ്മ വെറുതെ ഇരിക്കൂല എന്ന് കൂട്ടുകാർക്ക് അറിയില്ലേ. അമ്മ എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്ത് തന്നിട്ടേ പോവലുള്ളൂ. അപ്പം അമ്മയും പറയായിരുന്നു കേട്ടോ, ഒക്കെ കഴുകാനുള്ളതുള്ളൂ, നമ്മളൊന്നും വേണ്ട ആവശ്യമില്ല എന്നൊക്കെ അമ്മ അവളോട് പറയുന്നുണ്ട്. അതിനാണ് അവൾ ചെറുക്കുന്നത്. കണ്ണൻ്റെ ഇവിടെ എന്തൊക്കെയോ നോക്കുകയാണ് കേട്ടോ, എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തൊക്കെയോ സംഭവങ്ങൾ നോക്കുന്നുണ്ട്. അപ്പം അമ്മയ്ക്കൊരു കുഴക്കന്നെ. അപ്പം ഇനി ഒരുക്കും കൂടിയുള്ള പിന്നെ പത്തിരിയും കറിയൊക്കെ ആക്കി കൊടുക്കട്ടെ വിചാരിച്ചു. അപ്പം ഞാൻ 150 പത്തിരിയാണ് അവളോട് പറഞ്ഞിരുന്നത് കേട്ടോ. അപ്പോൾ ഇഷ്ടം പോലെ പത്തിരി ഉണ്ടായിരുന്നു, 150 തന്നെയാണ് തോന്നുന്നത്. എന്തായാലും ഇഷ്ടം പോലെ പത്തിരി ഉണ്ടായിരുന്നു. കഴിച്ചിട്ടും പിറ്റേ ദിവസം കഴിക്കാനുള്ള പത്തിരിയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ചേച്ചിക്കൊക്കെ ഉള്ളത് കൊടുത്തയച്ചു, പിന്നെ ഞങ്ങൾക്കുള്ളതും പിന്നെ ഒരുക്കും കൂടിയും കൊടുത്തയച്ചാൽ പാകമായിരിക്കും കേട്ടോ. എല്ലാ പ്രാവശ്യവും നമ്മൾ എന്തെങ്കിലുമൊക്കെ പരിപാടികളുണ്ടെങ്കിൽ കുട്ടികളെയൊക്കെ വിളിക്കലുണ്ട്. പക്ഷേ ഇപ്രാവശ്യം അതൊന്നും ചെയ്തിട്ടില്ല. ഒന്നാമത് ഇതാണ്, കടയിൽ നിന്ന് വന്നിട്ട് നമ്മളെ നേരത്തിനനുസരിച്ചല്ലേ ചെയ്യണത്. കുട്ടികളെയൊക്കെ വിളിക്കുമ്പോൾ കുറച്ചുകൂടി നേരത്തെയൊക്കെ പരിപാടിയാക്കണം കേട്ടോ. ഇതിപ്പോൾ അതിനൊന്നും പറ്റൂലല്ലോ. അപ്പം അമ്മ പറഞ്ഞ് ചെറിയൊരു കുപ്പിയിൽ മതി കറി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ചെറിയ കുപ്പിയിലാക്കി കൊടുത്തത്. അവിടെ പിന്നെ എന്തും കുറച്ച് മതി. പിന്നെയും രാവിലെ ഒന്ന് നമ്മളെ മിന്നുള്ളൂ കാര്യമായിട്ട് കഴിക്കുക, ബാക്കിയുള്ളവരൊക്കെ കണക്കാണ് കേട്ടോ. മിന്നുവിനും തന്നെ ഒരു നേരം കഴിച്ചാൽ പിറ്റത്തെ നേരം പിന്നെ അത് വേണ്ട കേട്ടോ. ഓക്ക് പിന്നെ അങ്ങനെ ഒന്നിനോടും ഒരു അത്ര വലിയൊരു ആഗ്രഹവും പൂതിയൊന്നും ഇല്ലാത്ത ആളാണുള്ളൂ. അപ്പം ഞാൻ പത്തിരിയും കറിയാക്കി കൊടുത്തപ്പോൾ അമ്മേനോട് ഇങ്ങനെ പറയുമായിരുന്നു കേട്ടോ, നാളെ ആക്കും പോലെ എണീറ്റാൽ മതി നിങ്ങൾക്ക്. പിന്നെ ഓക്കൊക്കെ എന്താ വെച്ചാൽ ചായക്കും കടിക്കൊക്കെ ഉണ്ടല്ലോ, പിന്നെ ചായ ഉണ്ടാക്കിയാൽ മതിയല്ലോ, ചായക്കടി ആയല്ലോ എന്നൊക്കെ പറയുമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കാണെങ്കിലും അതുണ്ട് കേട്ടോ രാവിലത്തേക്ക്. അപ്പോൾ അതിനും കൂടെ കണ്ടിട്ടേ ഞാൻ രാവിലെ എണീക്കുള്ളൂ. അപ്പോൾ അതാ നമ്മളെ നാദുട്ടി പോവാനായിട്ടുണ്ട്. അപ്പോൾ പോവാന്ന് പറയുമ്പോൾ എനിക്കൊരു സങ്കടമാണേ. അപ്പോൾ നമ്മളെ നന്ദു ആണെങ്കിൽ ഫോണ് കിട്ടിയ തക്കത്തിന് കണ്ണെടുക്കാതെ അതിൽ നോക്കിയിരിക്കുന്നുണ്ട്. ഇടയ്ക്ക് നമ്മളെ നാദുട്ടീനെ ഒന്ന് നോക്കുന്നുണ്ട്. അപ്പം എൻ്റെ കുട്ടീനെ കുറച്ച് നേരം കൂടി ഞാനൊന്ന് എടുക്കട്ടെ വിചാരിച്ചിട്ട് ഉള്ളർന്ന് വാങ്ങിയതാണ് കേട്ടോ. ഇപ്പോൾ ഒരു ദിവസം എന്തായാലും മിന്നുവിനെയും കുട്ടീനെയും നമുക്ക് ഇവിടെ വിരുന്ന് വിളിക്കണം, ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. ഒരിങ്ങനെ വന്ന് പോകുന്നല്ലാതെ രാത്രി നിൽക്കലില്ല കേട്ടോ, ഇതുവരെ നിന്നിട്ടില്ല. അതെന്താ വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് വരും പോവും, കുറേ സമയം ഇരിക്കും, പിന്നെ കഴിക്കും, എന്നിട്ട് ഒരു പിന്നെ കിടക്കാൻ സമയത്തേക്ക് അങ്ങോട്ട് പോവും. അങ്ങനെയാണ് ചെയ്യലുള്ളത്, അല്ലാതെ ഇവിടെ കിടക്കലില്ല. അങ്ങനെ ഒരു പോവാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഏട്ടൻ മാങ്ങ കൊണ്ടുവന്നിരുന്നു കേട്ടോ വൈകുന്നേരം. അപ്പോൾ അത് ചെത്തണ തിരക്കിലാണ് അവിടെ. അപ്പോൾ എല്ലാവർക്കും ഒന്നും വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ഏട്ടന് പിന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കുമ്പോൾ അങ്ങനെ ഫ്രൂട്ട്സ് വല്ലതും കഴിക്കണത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നാദുട്ടീനെ എടുത്തിട്ട് അമ്മ ടാറ്റ കൊടുക്കുകയാണ് കേട്ടോ, അച്ഛമ്മ പോവുകയാണെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അവിടെ നിന്ന് തുള്ളുന്നുണ്ട് കേട്ടോ എൻ്റെ അടുത്ത് നിന്നിട്ട്. അപ്പോഴാണ് ഏട്ടൻ മാങ്ങ ചെത്തിയിട്ട് കൊണ്ടുവന്നത്, ഇതൊരു കഷ്ണം കഴിച്ചിട്ട് പോയിക്കോളി എന്ന് പറഞ്ഞിട്ട്. അപ്പം മിന്നുവിനും അമ്മയ്ക്കൊക്കെ ഓരോ കഷ്ണം കൊടുത്തു കേട്ടോ. പിന്നെ ഞാൻ അമ്മേൻ്റെ കവറിലിട്ട് കൊടുത്തിരുന്നു കേട്ടോ, മാങ്ങ ഇങ്ങി വീട്ടിൽ ചെന്നിട്ട് ആക്കം പോലെ കഴിച്ചുകൊണ്ട് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ പിറ്റേന്ന് കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ എൻ്റെ നാദുട്ടി കൂട്ടുകാർക്കൊക്കെ ടാറ്റയും ബൈ ബൈ ഒക്കെ തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കുട്ടിക്ക് അറിയില്ല, ഫോണിൽ ഇങ്ങനെ കാട്ടി കൊടുത്തപ്പോഴേ ഒക്കെ എന്തോ പോലെ. എന്താ വെച്ചാൽ ഒക്കെ ഫോണിൻ്റെ സ്ക്രീൻ അങ്ങനെ കാണിച്ച് കൊടുക്കലില്ല കേട്ടോ. നമ്മളൊക്കെ വീഡിയോ കോൾ ചെയ്യുകയാണെങ്കിലും ഓൾക്ക് നമ്മളെ കാണൂല, ഓളെ അമ്മക്ക് കാണും കേട്ടോ. ആ രീതിക്കാണ് ഞങ്ങൾ ഫോൺ ചെയ്യലുള്ളത്. അല്ലാതെ ഇപ്പം തന്നെ അതിങ്ങനെ കാണിച്ച് കൊടുക്കേണ്ട വെച്ചിട്ടാണ്. കുറച്ച് സമയം കഴിഞ്ഞ് എന്തായാലും അങ്ങനെ ആയിരിക്കുമല്ലോ. നമ്മളെ നന്ദുവൊക്കെ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ഫോൺ എടുക്കേണ്ട പ്രായമായിട്ടും മോന് വേണ്ട അതിൻ്റെ ഇത് എന്താണെന്ന് മോൻ അറിയില്ലായിരുന്നു. പക്ഷെ ഫോൺ എടുക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ അത് നമ്മളെവിടെയെങ്കിലും വെക്കാൻ കാത്തു നിൽക്കുകയാണ് ഓരതും കൊണ്ടുപോയി കളിക്കാൻ കേട്ടോ. അല്ലെങ്കിൽ ഗെയിം കളിക്കുക, അല്ലെങ്കിൽ യൂട്യൂബിൽ കാണുക, ഇതാണ് പരിപാടി. അല്ലെങ്കിൽ അവർക്ക് വാട്സപ്പിൽ ആരോടെങ്കിലും വർത്താനം പറയുകയോ വിളിക്കുകയോ എന്തെങ്കിലുമൊക്കെ പരിപാടികളാവും. അങ്ങനെ നാദുട്ടി കാറിലൊക്കെ കയറി ടാറ്റയൊക്കെ തന്നിട്ട് ഒരു പോയിട്ടോ.
പിന്നെ അതൊക്കെ കഴിഞ്ഞതാ ഞങ്ങളിനി പാത്രം കഴുകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടെ സത്യത്തിൽ ഒരു അംഗം തന്നെ നടത്തണം. നമ്മളെ അടുക്കള പഴയ രീതിക്കൊന്ന് ക്ലീൻ ആയി കിട്ടണമെങ്കിൽ കുറച്ച് സമയമെടുക്കും. അപ്പം ഞങ്ങൾ പോയി കഴിഞ്ഞ് പാത്രം കഴുകാനൊക്കെ അങ്ങനെ തുടങ്ങിയിരുന്നു കേട്ടോ. ആ ഒരു സമയത്താണ് നമ്മളെ തൊട്ടടുത്തുള്ള ചേച്ചിക്ക് ഒരു വയ്യാണ്ടാവലും ഓരോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകലും ഒക്കെ അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായി. അതൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് പിന്നെ ഞങ്ങൾ പാത്രം കഴുകാൻ നിന്നിട്ടുള്ളത്. അപ്പോൾ ഏട്ടനും കണ്ണനും ഒക്കെ ഓരോ കൂടെ പോയിരുന്നു. പിന്നെ ഒരു തിരിച്ചു വന്നു കേട്ടോ. അപ്പം ഞങ്ങളും തന്നെ കുറേ സമയം പിന്നെ അവിടെ ഇരുന്നു. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് അടുക്കളയ്ക്ക് കയറിയത്. അതിൻ്റെ ഇടയ്ക്ക് അമ്മയ്ക്കും തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് വേദന ഇളകുകയൊക്കെ ചെയ്തു. അമ്മയ്ക്ക് അങ്ങനെ ആർക്കെങ്കിലും വയ്യാണ്ടായി എന്ന് പറയുകയോ കാണുകയൊക്കെ ചെയ്താൽ അത് പെട്ടെന്ന് ഇങ്ങോട്ട് സഹിക്കാനുള്ള ഒരു കെൽപ്പ് അമ്മയ്ക്ക് ഇല്ല കേട്ടോ. പിന്നെ കുറേ സമയം അവിടെ ഇരുന്നു എന്നിട്ടൊക്കെയാണ് പിന്നെ എൻ്റെ ഇപ്പോൾ അടുക്കളയ്ക്ക് വന്നിട്ടുള്ളത്. അപ്പം ഞാൻ പറഞ്ഞൊന്നും ചെയ്യണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും കുറച്ച് ഞാനും കഴുകി തരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഓരോന്ന് ചെയ്യുന്നത്. പിന്നെ ഇതാ കണ്ണനൊക്കെ വന്നല്ലോ. ഞാൻ ഫുഡൊക്കെ വേഗം ലക്കിക്കുള്ളത് ഓൻ്റെ അടുത്ത് കൊടുത്തുട്ടോ. ലക്കിക്ക് കുറച്ച് എല്ലും കഷ്ണങ്ങളും കറിയും അതുപോലെ ചോറൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യമൊക്കെ ഒരു സമയമല്ല 2 നേരം കൊടുത്തിരുന്നു. ഇപ്പോൾ ഒരു സമയം കൊടുക്കലുള്ളൂ കേട്ടോ. 2 നേരം കൊടുത്തിട്ട് ആൾ തീരെ ഫുഡ് കഴിക്കൂലായിരുന്നു. ഇപ്പോൾ രാത്രി മാത്രം നല്ലോണം വിശക്കട്ടെ വിചാരിച്ചിട്ട് രാത്രി മാത്രമേ കൊടുക്കലുള്ളൂ. അപ്പോൾ ഇതാ ഒരു തലയ്ക്കേന്ന് നമ്മൾ ക്ലീൻ ആക്കാൻ തുടങ്ങുകയാണ്. ഇത് എവിടെ നിന്ന് തുടങ്ങണം എന്ന് ചില സമയത്തൊരു അന്താളിപ്പാണ് കേട്ടോ. അപ്പോൾ ഞാൻ അടുക്കള ക്ലീൻ ആക്കാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് ക്ലീനായി കിട്ടാൻ ചെയ്യലുള്ളത് കഴുകാനുള്ളത് മൊത്തം ആദ്യം ഒഴിച്ചിട്ട് വേറൊരു പാത്രത്തേക്ക് ആക്കി വയ്ക്കട്ടെ. ഒഴിക്കാനുള്ളതൊക്കെ ഒഴിക്കും. കറികളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒഴിക്കാനുള്ളതൊക്കെ ഒഴിച്ചിട്ട് അത് വേറെ ആക്കി വെച്ച് പിന്നെ ആ പാത്രങ്ങളൊക്കെ കഴുകാനുള്ളത് സിങ്കിൻ്റെ അടുത്തേക്കാണ് അടുപ്പിക്കും കേട്ടോ. പിന്നെ നമുക്ക് എടുത്ത് വെക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എടുത്ത് വെക്കും. നമ്മളിവിടെ പരന്ന് കിടക്കണതൊക്കെ യഥാസ്ഥാനത്തേക്കാണ്ട് എടുത്ത് വെക്കും. വല്ല പരിപാടികളും നമ്മളെ വീട്ടിലുണ്ടാവുമ്പോൾ നമ്മൾ വിചാരിച്ച പോലെ അപ്പം തന്നെ അതൊക്കെ എടുത്തോടത്തേക്ക് വെക്കാമെന്ന് ചിലപ്പോൾ നമുക്ക് സമയം കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളതെല്ലാം ഒന്ന് ഒതുക്കി വെക്കണം. അപ്പോഴേ ഒതുങ്ങി കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മളെ നാതുട്ടിക്ക് അമൃതം പൊടി കിട്ടുന്നുണ്ട് അംഗൻവാടിയിൽ നിന്ന്. അതുകൊണ്ട് അതും കൂടി ഒരു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിനി കുട്ടികൾക്ക് ലഡു ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. കടല, അണ്ടിപ്പരിപ്പ്, നാളികേരം, ശർക്കരയൊക്കെ ചേർത്തിട്ട് ലഡു ഉണ്ടാക്കി കൊടുക്കണം. നമ്മളെ വീഡിയോയിൽ ആ റെസിപ്പി കിടക്കുന്നുണ്ട് കേട്ടോ. കുറേ താഴെ ഇരിക്കും. നമ്മൾ ഫുഡിൻ്റെ റെസിപ്പി മാത്രം ചെയ്ത സമയത്ത് ഞാൻ അങ്ങനെ അമൃതം പൊടി കൊണ്ട് ലഡു ഉണ്ടാക്കിയിട്ട് റെസിപ്പി ഇട്ടിരുന്നേ. നല്ല അടിപൊളി ടേസ്റ്റാണെന്ന്. അപ്പോൾ അത് ചെയ്യണം. പിന്നെ ആ മാങ്ങയെ കൊണ്ടുവന്നത് അതിൻ്റെതായ സ്ഥാനത്തേക്ക് എടുത്തുവെച്ചു. പിന്നെ അതാ പാത്രം കഴുകാൻ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോഴേക്കും അമ്മ തകണം ഇവിടെ കുറച്ച് ഉരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. തേച്ചൊരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മയോട് ഇങ്ങോട്ട് നിൽക്കി ഞാൻ കഴുകാമെന്ന് പറഞ്ഞിട്ട് ഞാൻ കഴുകാൻ നിൽക്കണം. അമ്മയാണെങ്കിൽ അമ്മയ്ക്ക് സാവകാശം ചെയ്യാൻ കഴിയുള്ളൂ. ഞാനാകുമ്പോൾ പിന്നെ പെട്ടെന്ന് ചെയ്തെടുക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വേഗം ഞാൻ ആ പാത്രം വാങ്ങിയിട്ടുണ്ട് കഴുകി. അമ്മ എന്നെ പറയും അമ്മയ്ക്ക് അരമണിക്കൂർ വേണ്ടത് എനിക്ക് 10 മിനിറ്റ് മതി എന്ന് പറയും. അങ്ങനെ ഏതായാലും അമ്മയ്ക്ക് വേഗം ഒഴിഞ്ഞാൽ നിൽക്കി ഞാൻ വേഗം കഴുകലും മോറലൊക്കെ കഴിച്ച് അമ്മ അതൊക്കെ അതിൻ്റെതായ സ്ഥാനത്തേക്ക് എടുത്ത് വെക്കുകയും ചെയ്തു. രണ്ടാളും കൂടി ആകുമ്പോൾ എളുപ്പമുണ്ടല്ലോ. പിന്നെ അതാ നമ്മളിന്ന് പായസ കച്ചവടം കഴിഞ്ഞ് വന്നിട്ട് ഈ പാത്രമൊന്നും കഴുകി വെച്ചിട്ടില്ല കേട്ടോ. ഓരൊക്കെ വേഗം പിരിക്കാൻ വേണ്ടിയിട്ട് വേഗം ഞാൻ പോയി കുളിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴാണ് നമ്മൾ പാത്രം കഴുകണത്. ഒരുപാട് സമയമാകുകൊണ്ട് മുറ്റത്തേക്ക് പോകാനൊരു പേടി കേട്ടോ. അപ്പം അമ്മ പോരാന്നൊക്കെ പറഞ്ഞു. എന്നാലും ഞാൻ അകത്തുനിന്ന് തന്നെ കഴുകിയെടുത്തിട്ടുണ്ട്. അകത്തുനിന്ന് കഴുകുമ്പോഴേ കുറേ സമയം വേണം കേട്ടോ കഴുകിയെടുക്കാൻ. കുറേ പ്രാവശ്യം ഇത് കുലുക്കി കഴുകി പിന്നെ പച്ചവെള്ളമാക്കി വെക്കും. പിന്നെ പിറ്റേ ദിവസം കഴുകിയിട്ട് തിളച്ച വെള്ളം ഒഴിച്ചേക്കും കേട്ടോ. അങ്ങനെ അടുക്കളത്തെ മൊത്തം പണികളും കഴിഞ്ഞു. നമ്മൾ പിറ്റേന്നേക്ക് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കേണ്ടതൊക്കെ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടോ. പുറത്ത് വെച്ച ചിലതിലൊക്കെ ഉറുമ്പരിക്കലുണ്ട്. അപ്പോൾ അതൊക്കെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ വീതനയൊക്കെ തുടച്ചതാക്കണേ. നമ്മളെ കൈക്കല തുണി ഉണ്ടല്ലോ, എല്ലാവരും എന്താ പറയാന്ന് എനിക്കറിയില്ല. നമ്മളിങ്ങനെ എന്താ പറയുക കരിച്ചമ്പൊക്കെ കൂട്ടിപ്പിടിക്കുന്നതിന് കൈക്കല തുണി എന്ന് പറയും. അതൊക്കെ അവിടെ നിന്ന് തന്നെ ഞാൻ തിരുമ്പിയിട്ടിട്ടുണ്ട്. അപ്പം രാവിലേക്ക് നല്ലോണം ഉണങ്ങും കേട്ടോ. അപ്പോൾ കണ്ണം പറയുന്നു അമ്മ കിടക്കാനായില്ലേ, കുറേ സമയമായില്ലേ എന്നൊക്കെ പറഞ്ഞ അടുക്കളയിൽ കൂടെ അങ്ങനെ വരികയാണ് എൻ്റെ കുട്ടി. അപ്പം ഞാൻ ഓരോട് പോയി കിടക്കാൻ പറയുന്നു അമ്മ കിടന്നുകൊണ്ടു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതാ കിടക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പല്ലേക്കലും കയ്യും കാലും കഴുകലും ഒക്കെ കഴിഞ്ഞു. അതിനുശേഷം ഇതാക്കണം നമ്മളെ പൊട്ടൊക്കെ ഊരി വെച്ച് കമ്മലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാൻ ഊരി വെക്കും കേട്ടോ. എന്നാലേ ഒരു സുഖം ഉണ്ടാവുള്ളൂ കിടക്കാൻ. അങ്ങനെ ഇതാ ഏട്ടനും നന്ദുവും കൂടി അവിടെ കിടക്കണുണ്ട്. നമ്മളെ നന്ദുവിന് ഉറക്കം വരുന്നുണ്ട് കേട്ടോ. എന്നാലും ഏട്ടൻ്റെ ഒപ്പം ഫോണിലേക്ക് നോക്കി അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഒരുപാടായിട്ടുണ്ട് ഈ വീഡിയോ ഇടണം എന്ന് വിചാരിക്കുന്നത്. പക്ഷെ അങ്ങോട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കൂട്ടുകാരെ. വീഡിയോസൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്